बेड़ियां पे झुल दे यार तुम मौत की कसम है। मुझे पर थी क्या बोलते भेलपुरी खाने से मेरा पति साइड में था, एक इंसान आया उसने उसको गोली मार दी। ഒന്ന് ഞെട്ടി. പക്ഷേ കരുത്തും ശേഷിയും ആർജവവുമുള്ള രാജ്യം ഒരിഞ്ചു പോലും പതറിയില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉടൻ ശ്രീനഗറിലേക്ക് പുറപ്പെട്ടു. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ തിരിച്ചെത്തി. പാക് വ്യോമപാത ഒഴിവാക്കി ഇന്ത്യയോട് ചേർന്ന സുരക്ഷിത പാതയിലൂടെയായിരുന്നു മടങ്ങിവരവ്. ഉടനെ നിർണായക കൂടിക്കാഴ്ചകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി ആശയവിനിമയം. സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭാ സുരക്ഷാകാര്യ സമിതിയുടെ അടിയന്തര യോഗം. ഇന്ത്യയുടെ മുറിവുണക്കാൻ ഒരു മറുപടി വേണം. ഈ രാഷ്ട്രം ഒറ്റക്കെട്ടാകുന്നു, രണ്ട് ശബ്ദമില്ല. ഇതിന് തിരിച്ചടി കൊടുക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. 6 ഭീകരർ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. 4 ഭീകരർ വെടിവെച്ചു എന്നതിന് ദൃക്സാക്ഷി മൊഴിയുണ്ട്. ഒരു വിദേശിയും കൂട്ടത്തിലുണ്ടായിരുന്നു. ഉപയോഗിച്ചത് M4 കാർബൈൻ, AK-47 തോക്കുകൾ. ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. ഇവർക്കൊപ്പം പാക് ഭീകരരും ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഒരാക്രമണം കൊണ്ടും നിർത്തിയില്ല, വീണ്ടുമുണ്ടായി പാക് പ്രകോപനം. ബാരാമുള്ളയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. നുഴഞ്ഞു കയറി ഷെല്ലാക്രമണം നടത്തിയ 2 ഭീകരരെ സൈന്യം വധിച്ചു. സമ്പദ്ഘടന ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന സമാധാനം തിരിച്ചെത്തിയ കശ്മീരിനെ ഭീകരാക്രമണം വീണ്ടും അരക്ഷിതമാക്കി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കശ്മീരിൽ ബന്ദ് ആചരിച്ചു. ആക്രമണം നടന്ന ബൈസരൻ താഴ്വരയിൽ അമിത്ഷാ എത്തി കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. NIA സംഘം പഹൽഗാമിലെത്തി ആക്രമണം നടന്ന സ്ഥലം പരിശോധിച്ചു. തിരച്ചിലിനും പ്രത്യാക്രമണത്തിനുമായി കൂടുതൽ സേനയെ വിന്യസിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.